ഭുവനേശ്വരിയാണല്ലേ? അതെ, പിന്നെ ഇത് ബാലാലയല്ലേ? ഇത് ബാലാലയായിട്ട് എടുത്തിട്ടുള്ളത്. ക്ഷേത്രത്തിൻ്റെ പണി നമ്മളെ ബാക്കിൽ തന്നെ നടക്കുകയാണല്ലേ? പുരോഗതിക്കുകയാണ് സങ്കല്പമുള്ളത്. ഇത് ഇവിടെ സ്ഥിരമായിട്ടുള്ളത് തന്നെയാണോ? എളങ്കോവി. ആ, ബാലാലയം മാത്രം. ആ, ഇപ്പം ഇപ്പുറത്തേക്ക് മാറുമല്ലോ അല്ലേ? ആ, അതെ. അപ്പോൾ അത് നമ്മളിപ്പോൾ കാണിക്കുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വർക്ക് നടക്കുന്നുണ്ടാന്ന് കാണിക്കാത്തത്. അതെ, ഔട്ട്ലൈനിൽ കാണിക്കാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതെ അതെ അതെ. ഇതാ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഇതിൻ്റെ കഴിഞ്ഞു അല്ലേ? ഇപ്പോഴത്തെ വാർപ്പ് കഴിഞ്ഞു അല്ലേ? രണ്ടാഴ്ചയായി അല്ലേ? ആ, പണ്ട് സംസാരിക്കാം. ഇന്ന് ശങ്കരമായ ദിവസമാണ് വാർപ്പുള്ളത്. നല്ല ഉത്തമമായ സമയമാണ്. പിന്നെ നമ്മൾ ഇവിടെ വേറെ വേറെ ചെറിയ ചെറിയ മൂർത്തികളുണ്ടല്ലോ. വെലിക്കല്ലടിയുള്ള ഇളന്ന് തേങ്ങാലും പൊട്ടിക്കാൻ പറ്റില്ല. ഗണപതിൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും ഇടി മാത്രമേ ഉള്ളൂ അല്ലേ? ആ നിലത്താ പോയി. അതൊരു കല്ലെന്നെ ആക്കി കൊണ്ടുവരണം, കെട്ടണം. ആ, അതെ അതെ. അതിൻ്റെ അതൊരു ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കൂടുപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ആകാശമെല്ലാം കണ്ട നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊന്നുമില്ല കേട്ടോ. അത്രയും പോസിറ്റീവ് എനർജിയാണ്. നോക്കട്ടെ, എന്നാ രസം എന്നറിയാം, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും പോസിറ്റീവാണ്. ഇവിടെ ധാരാളം ജനങ്ങൾ വന്നു ചേരുന്ന സ്ഥലമാണ്. നാനാദേശത്തു നിന്നും വരുത്തുന്നുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഭഗവതിൻ്റെ പ്രതിഷ്ഠാ ദിനവും കാര്യങ്ങളൊക്കെ നടക്കാൻ വേഗം വേണം. അപ്പോൾ അതിന് നിങ്ങളെ സഹായങ്ങളെല്ലാം അത്യാവശ്യമാണ് കേട്ടോ. ഇത് പണ്ട് കാലത്തെ ഉള്ളിയാണ്. ഇതിൻ്റെ വിശേഷ വിവരങ്ങൾ നമ്മൾക്ക് ഇതിൻ്റെ അധികാരിയോട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇവിടെ 2 സ്ഥാനമായിട്ടാണ് ഉള്ളത്. ഇതിൻ്റെ മൂലസ്ഥാനമാണ് ഇത്. ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ മൂലസ്ഥാനം ഇതാണ്. ഇത് തമ്പുരാട്ടി അല്ലേ? ഇത് മലക്കാരി അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. അത് ഇപ്പോഴത്തെ കാലത്ത് എന്താ പേര് പറയാൻ നമുക്കറിയില്ല. പണ്ട് കാലത്ത് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ആദിവാസി ജനത ശിവഭഗവാനെ വിളിക്കുന്ന പേരാണ് മലക്കാരി എന്നുള്ളത്. ശിവഭഗവാനെ വിളിക്കുന്ന പേരാണ് കേട്ടോ. ഇതൊന്നും സങ്കല്പമുള്ളത്. ഇത് പണ്ടത്തല്ല, ഇത് കിട്ടുമ്പോൾ ഞാൻ പറയാ, ഇതിന് നമ്മൾ പണ്ടാരെ പറഞ്ഞല്ലേ, ഈ മേലധികാരികളെല്ലാം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഗുരുസി കൊടുക്കുന്ന സമ്പ്രദായം, അതായത് കോഴിവട്ടമല്ല, അല്ലാതെ ഉത്തമത്തിൽ തന്നെ ഗുരുസിന്റെ സമ്പ്രദായം. അത് ഇടിയുണ്ടോ? ഗുരുതി ഉണ്ടായിരുന്നു അല്ലേ? അത് ഉത്തമത്തിലാട്ടോ. ഉത്തമത്തിലല്ലേ? മധ്യമത്തിലില്ല. ഒന്നും മധ്യമത്തിൽ ഇവിടെ ഇല്ല. മലക്കാരിക്ക് മാത്രമേ ചെയ്യാറുള്ളൂ. കർമ്മങ്ങൾ ചെയ്ത് അവർ പുറത്ത് പോയിട്ടാണ് പിന്നെ ചെയ്യാറ് അല്ലേ? ചെയ്യില്ല. ഇത് നാഗ ചിത്രകൂടത്തോടുകൂടി പ്രതിഷ്ഠ നടത്തിയിട്ടില്ലയെന്ന്. അപ്പം ഇവിടെ നാഗരാജാവും നാഗകന്യകയും അങ്ങോട്ടാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഇത്രയും വലിപ്പമുള്ള ഒന്ന് കാണുന്നത് ഇവിടെയാണ്. മണ്ണാർശാല പോലെ ഇത്ര വലിപ്പമുള്ളത് കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും നല്ല വലുപ്പത്തിൽ നല്ല വൃത്തിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു നാഗരാജാവിൻ്റെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ, അപ്പോൾ നമുക്ക് സൂര്യപ്രകാശം നോക്കിയിട്ട് നിൽക്കാം. എവിടെയൊക്കെ നിങ്ങൾ ഈ ഭാഗത്ത് നോക്കി നോക്കട്ടെ. ഒരാൾ ഇതാണിപ്പോൾ നമ്മുടെ ക്ഷേത്രം ഏതാണ്ട് സാബു അല്ലേ? ഇവിടെ തന്നെയാണോ സ്ഥലം? ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം ഉണ്ടോ? കമ്മിറ്റി അംഗമാണ്. അങ്ങയുടെ പേരെന്താ? എൻ്റെ പേര് ഗോപി. ഗോപി ഗോപി അതെ. പിന്നെ ഇവിടെ തന്നെയാണ് ഉപദേശ ഇവിടെ തന്നെ. പിന്നെ ഈ ക്ഷേത്രത്തെ കമ്മിറ്റി എൻ്റെ റോള് ഉപദേശ സമിതി. ആ ഓക്കെ. നമ്മുടെ പേരെന്താ? രവീന്ദ്രൻ. രവീന്ദ്രൻ. രവീന്ദ്രൻ എന്ത് ചെയ്യുന്നു? ഞാൻ പിന്നെ അവിടെ ക്ഷേത്രം പ്രസിഡന്റാണ്. പ്രസിഡന്റാണല്ലേ? നിങ്ങൾ? എൻ്റെ പേര് ബാബു. ബാബു. പണിയാർ തന്നെ ഞാൻ ഇവിടുത്തെ ജനറൽ സെക്രട്ടറി. ജനറൽ സെക്രട്ടറി അല്ലേ? അമ്മേൻ്റെ പേര് പറയും? അല്ലേ? മാതൃസേവാ സമിതി. അമ്മയുടെയോ? മാധവി, ഭാർഗവി അല്ലേ? ഭക്ത. കമ്മിറ്റി ഇപ്പം മാതൃസമിതിയിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള അതുകൊണ്ട് നമുക്ക് ഈ കമ്മിറ്റി ഭഗവതി ഏതാ? ഭഗവതിക്ക് ഇഷ്ടപ്പെട്ട കൂട്ടം അടുപ്പിച്ച് നിർത്തിയിട്ടുള്ളത്. അതൊന്നും ചില്ലറ കാര്യമല്ല, മനസ്സിലായാ? അപ്പം ഇപ്പം നമ്മളെ ഇതിന്റെ വാർപ്പ് നടന്നുകൊണ്ട് പോകുന്നു അല്ലേ? ഭുവനേശ്വരി ക്ഷേത്രത്തിന്റെ വാർപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പൊ നമ്മളെ മുകളിൽ കാണുന്നത്. അപ്പൊ ഇന്ന് ശങ്കരമാണ്. അപ്പൊ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചു. പിന്നെ അപ്പോൾ അതുകൊണ്ട് വാർപ്പും ഇവിടെ ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു കേട്ടോ. തൊട്ടപ്പുറമുള്ളത് കിരാതമൂർത്തിൻ്റെ പിന്നെ ഒരിതാണ്. അതിൻ്റെ വാർപ്പ് കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എനിക്ക് അറിയാനുള്ളത് വെച്ചാൽ ഈ ചരിത്രം അറിയുന്ന ആരെങ്കിലും അത് പരിമിതമായ തോതിലൊക്കെ അറിയുള്ളൂ. ഏകദേശം 300 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. പണ്ടേ തകർക്കപ്പെട്ടതാണ്. പിന്നീട് പിന്നെ ഇതിൻ്റെ ഒരു 50 വർഷം മുമ്പൊക്കെ ഉള്ള ഒരു അവസ്ഥയെന്ന് വെച്ചാൽ ഒരു തറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ആദിവാസി ഗോത്ര ജനതയുടെ ഒരു ആരാധനാ സ്ഥലം എന്ന നിലയ്ക്കാണ് ഇത് അറിയപ്പെടുന്നത്. പണ്ട് തന്നെ കണിയാരം ശിവക്ഷേത്രം എന്ന നിലയ്ക്കാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. അപ്പം പിന്നീട് 94 വന്ന ഭരണസമിതി ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയും അന്ന് വന്ന സമിതി നടത്തിയ സ്വർണ്ണ പ്രശ്നത്തിലാണ് ഇത് കൈരാത ശിവൻ എന്ന പേരിലും ഒപ്പം തന്നെ പിന്നെ ഭുവനേശ്വരി ദേവി തത്തുല്യമായ പ്രാധാന്യത്തോടുകൂടി ഭുവനേശ്വരി ദേവി രണ്ടുപേരും തുല്യ ശക്തികളായിട്ടുള്ള മൂർത്തികളായിട്ടാണ് ഇവിടെ ആരാധന നടത്തിക്കൊണ്ട് പോരുന്നത് അന്ന് മുതലേ. അപ്പോൾ അതിങ്ങനെ കൈരാത മൂർത്തിക്കൊപ്പം തന്നെ ഭുവനേശ്വരി ദേവിക്ക് കിരാത പാർവതി എന്നൊരു പേരും കൂടിയുണ്ട്. അപ്പം അതിൻ്റെ കിരാത പാർവതിയുടെയും ഭുവനേശ്വരി ദേവിയുടെയും മൂലമന്ത്രം ഒന്നാണെന്നും എനിക്കത് അറിയത്തില്ല. പക്ഷേ വേറെ ഇവിടെ ഉപദേവതമാരായിട്ട് ഉള്ള പ്രതിഷ്ഠകളും പിന്നെ ഇതിൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് മലക്കാരി എന്ന് പറഞ്ഞ ആദിവാസി ഗോത്രങ്ങളുടെ ഒരു ആരാധനാ സമ്പ്രദായമാണ്. അത് വയനാട്ടിൽ പൊതുവെ എല്ലാ ഭാഗത്തും കാണുന്ന ഒരു ആരാധനാ സമ്പ്രദായമാണ്. ഇല്ല, അത് അവരുടെ ഭാഷയാണ്. അതെ, മഹാദേവൻ തന്നെ. നമ്മൾ മുത്തപ്പൻ ശിവഭൂതമാണെന്നുള്ള പോലെ തന്നെ മഹാദേവന്റെ ഒരു പിന്നെ മറ്റൊരു രൂപം എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ പറയുന്നത് പേരാണ് മലക്കായി. അത് വയനാട്ടിൽ മാത്രമുള്ള ഒരു സമ്പ്രദായമാണ് ഞാൻ കണ്ടെടുത്തോളം എൻ്റെ അറിവിൽ. അപ്പോൾ അതാണ് ഇവിടുത്തെ മൂലസ്ഥാനമായിട്ട് ഇവിടെ കാണുന്നത്. അവർക്ക് അതിനുള്ള അവരുടെ ആളുകൾ വന്നിട്ട് ഇവിടെ അതിനുള്ള കാര്യങ്ങളും കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട്. അത് നമസ്തേ ഷാജിയേട്ടാ. നമസ്കാരം. എവിടെയാണ് ഷാജിയേട്ടൻ്റെ സ്ഥലം? ഞാൻ കോഴിക്കോട് മൂവാറ്റുപറമ്പ് അല്ലേ? ഷാജിയേട്ടൻ പിന്നെ ഇതിന്റെ ഗുരുവാരാണ് ഷാജിയേട്ടൻ? ഞാൻ ഷൺമുഖൻ തിരുനാവായിൽ ഷൺമുഖാട്ടൻ. 18 വർഷമായി. 98 തുടങ്ങിയിട്ടുണ്ട്. ആ, ഷൺമുഖാട്ടനും ഞാനും കൊല്ലം ഒരു ഗുരുവിന്റെ കീഴിലെ ശിഷ്യനായിട്ട് നമ്മൾ പോയിട്ടുണ്ട്. വയനാട് വൈത്തിരി. അദ്ദേഹം വൈത്തിരി വരാറുണ്ടായിരുന്നു. ഷൺമുഖൻ പിന്നെ ഒരു വീട്ടിൻ്റെ പേരെന്തോ ഉണ്ട്, ഓർമ്മയില്ല. അത് തിരുനാവായാണ് ഇപ്പോൾ ഉണ്ട് ആള്. അത് ചോദിച്ചാൽ ഡോക്ടർ കെ എസ് വിജയൻ മണക്കാരനാഥ പാതകത്തെ അറിയുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു. പിന്നെ ഇവിടെ എത്രാമത്തെ ക്ഷേത്രമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു? വയനാട്ടിലിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-15 കഴിഞ്ഞു. ഇതിൻ്റെ പ്ലാനും കുറ്റിക്കാരനും എല്ലാവരും ഇത് പ്രകാശനാചാര്യ വയനാട്ടിലുള്ളത്.
പിന്നെ കുട്ടൻ അതെ ഫേമസാണ്. അല്ലേ? അപ്പോ ഇത് വേഗം പെട്ടെന്ന് നമ്മൾ ചെത്തി തീർത്ത് കൊടുക്കുമല്ലോ അല്ലേ? ഒരു ബുദ്ധിമുട്ടില്ല, ഒരു കുഴപ്പമില്ല. പൈസ വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കുന്നു വേണ്ട, പൈസ പിന്നാലെ വരും. കാരണം ഇവരാരുടെ കയ്യിലും പൈസ ഒന്നും കെട്ടി വെച്ചിട്ട് ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റാതെ ബുദ്ധിമുട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. ആ കയ്യിൽ ആരെയോ കയ്യിൽ പൈസയും കാര്യങ്ങളൊന്നും. പക്ഷെ അതെ, അത് നിങ്ങൾക്ക് ഒരു കടവോ വിഷമോ പ്രയാസമൊന്നും ആക്കി വെക്കില്ല, ഓർത്തോളൂ. പക്ഷെ പണി അങ്ങ് തീർത്തു കൊടുക്കും. ഇതത്തുള്ള കാര്യത്തിന് ഞങ്ങൾ വേദിയും ഭഗവാനും ഒരു ബുദ്ധിമുട്ടും വരുത്തിയിട്ടില്ല. ഒരു ബുദ്ധിമുട്ടും എന്താ വെച്ചാൽ ഭുവനേശ്വരിക്ക് മറ്റുള്ള ആൾക്കാരെ ഇവിടെ കൂട്ടിച്ചേർക്കും. അല്ലാതെ കൂട്ടർ ഓരോ കാരണം ഉണ്ടാക്കി പുറത്തേക്ക് തള്ളിക്കളി. ഒരുപാട് നടക്കുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ്. അപ്പോൾ നല്ല നമസ്കാരം. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുതരാൻ സാധിച്ചു. പിന്നെ ഇവിടെ വേറെ എന്താണ്? ഇവിടെ പിന്നെ ഗുളികൻ ഉപദേവതമാരിൽ ഗുളികനുണ്ട്, മഹാഗണപതിയുണ്ട്, പിന്നെ രക്ഷസ് ബ്രഹ്മരക്ഷസുണ്ട്. ഇത് മുമ്പത്തെ അതിന്റെ പണിയൊക്കെ കഴിയേണ്ടതായിരുന്നു. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞു കൊടുക്കില്ലല്ലോ. ഇല്ല പറയാം. എന്താ വെച്ചാല് ഇത് ഗുളികൻ കുറച്ചു കാലം കാല് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനം വേണം അതിന് ബാക്കി എടുക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ഇവിടെ വില പോകാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തടസ്സങ്ങളുണ്ടൊക്കെ അല്ലേ? സത്യമല്ലേ? അപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ തടസ്സങ്ങളും പ്രയാസങ്ങളും വരാനില്ല. അപ്പം ഇനി ഭംഗിയായിട്ടെല്ലാം ആയി വരും. അതിനെപ്പറ്റി വെച്ചാൽ പിന്നെ നാഗരാജാവ് എനിക്ക് കണ്ടതിന് ഏറ്റവും ഉത്തമമായ രൂപത്തിൽ തന്നെയാണ് ചിത്രകൂടത്തിൽ. മണ്ണാറശാല കഴിഞ്ഞാൽ ഇവിടെയാണ് ചിത്രകൂട ഇതുള്ള നാഗപ്രതിഷ്ഠയുള്ളത്. നല്ല മണ്ണുള്ള നാഗപ്രതിഷ്ഠ തന്നെ ഇവിടെ നല്ല ഒരു ഐശ്വര്യത്തോട് ചൈതന്യത്തോടുകൂടി ഒരു നാഗപ്രതിഷ്ഠ നമുക്ക് ഇവിടെ അനുഭവപ്പെട്ടു. അപ്പം ഇവിടുന്ന് അമ്മയും കാട്ടുന്ന ആൾക്കാർ വന്ന് പൂജ ചെയ്യാറുണ്ടോ? ഇവിടെ മണ്ണാർശാല ചെയ്യാറ്. അതെ 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 അതെ. പിന്നെ വേറെ എന്താ ഉള്ളത്? ഇവിടെ ബ്രഹ്മരക്ഷസ് ഉണ്ടല്ലേ? ബ്രഹ്മരക്ഷസ് ഉണ്ട്. പിന്നെ ബ്രഹ്മരക്ഷസ്, പിന്നെ വേറെ എന്താ ഉള്ളത്? ബ്രഹ്മരക്ഷസ്, ഗുളികൻ, നാഗരാജാവ്, പിന്നെ തമ്പുരാട്ടി. തമ്പുരാട്ടി എന്ന് പറയുന്നത് തമ്പുരാട്ടി ഇല്ല, തെയ്യം ഇല്ല ഇവിടെ. ഇല്ലില്ല. ആ, നമ്മളെ ഇവിടുത്തെ പ്രതിഷ്ഠാദിനം നിങ്ങളെ സങ്കല്പിച്ചത് ആദ്യം സങ്കല്പിച്ച് എപ്പോഴായിരുന്നു? പ്രതിഷ്ഠാദിനം ഇതിപ്പോ വരുമ്പോൾ മാറുമല്ലോ അല്ല, പ്രതിഷ്ഠാദിനം മാറും അല്ലേ? പെട്ടെന്ന് അങ്ങനെ ഓർമ്മയിലേക്ക് വരുന്നില്ല. അത് ഇനിയിപ്പോ വരുമ്പോ പുതിയ മാറുമല്ലോ. നമ്മൾ ക്ഷണിക്കണം. തീർച്ചയായിട്ടും ഇത് അതിവിദൂരം പോകില്ലെന്നൊന്നും ഞാൻ പറയുന്നത്. ഇപ്പം ചടപടാവുന്നത് പണി നടക്കും. നിങ്ങളെ ഓരോന്നിനും അറിയിക്കോളൂ. ബാക്കി ദേവിയെ കൊണ്ടുതരും അല്ലേ? നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഭഗവതി നിങ്ങളെ കയ്യിലേക്ക് വിശ്വസിക്കാൻ. അതെ, എങ്ങനെ? അതെ അതെ അതെ, ആഗ്രഹവും തിരുമേനിയെടുത്ത് വൈശ്യനൊക്കെ ചെയ്യാം. ഭഗവാനെ പിന്നെ ഒരു വിഷയം എന്തായാലും എനിക്ക് ഇപ്പോൾ ഒരു മഹത്വത്തിൽ നമുക്കൊരു സാധനമാണ് ഭഗവാന്റെ വാണി കയ്യിൽ ചെയ്യുമ്പോൾ കാരണം ഒരു ഐശ്വര്യം അതിന് പ്രത്യേകിച്ചില്ല. പിന്നെ അങ്ങനത്തെ ഒരാളും കൂടി തന്നപ്പോൾ കൂടി അത് ചരിത്രം അറിയുന്നവരാരുമില്ല. കാരണം നമ്മളെ ആരെയാണോ അയാളെ കാണുന്ന പോലെ ഞാൻ പറഞ്ഞു മാത്രം. നല്ല നമസ്കാരം. ഇവർക്ക് എന്താ വേണ്ടത് ചെയ്തു കൊടുത്തത്? അതവിടെ കസര വെക്കാം. ഇത് ഞാൻ തമാശ പറഞ്ഞല്ല, നല്ല ലക്ഷണം. നിങ്ങൾ എങ്ങനെ ആവണം എന്നുള്ളത് മറ്റാൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഉദാഹരണം മാത്രമാണ്. നിങ്ങളെ അടുത്ത് അനേക കഴിവുകൾ യൂട്യൂബ് പോലെ പലതും ഉണ്ട്. അത് നിങ്ങൾ ഇനി പുറത്തേക്ക് എടുക്കാൻ പോണ്ടിക്കൽ ഭഗവതി വന്നിരുന്നാലേ കഴിയുള്ളൂ. അപ്പം ജനങ്ങൾ പറയണം ഭഗവതിക്ക് ഇഷ്ടപ്പെട്ട ആൾ തന്നെയാണ് ഭഗവതിൻ്റെ കാര്യങ്ങൾ കൈയേറി പിടിച്ചിരിക്കുന്നത്. ജനങ്ങളിലെ തെറ്റായ ചിന്താഗതികളും ശീലങ്ങളും അല്ലേ അവരുള്ളിലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ഭഗവതിക്കുണ്ടായ പെരുദോഷം ഭഗവതി തന്നെയാണ് നിങ്ങളിലെ കൂടി മാറ്റിയെടുക്കാനാണ് നോക്കുന്നത്. ചിലപ്പം മനസ്സിലായോ? ഭഗവതിക്ക് ഒരു പേരുദോഷം വന്നിട്ടുണ്ട്. ആ പേരുദോഷം അത് മാറ്റാൻ വേണ്ടി ഭഗവതി അതിനായ ആൾക്കാരെ കണ്ടെത്തി ഭഗവതി നിങ്ങളിലേക്ക് കൂടി അമ്മേൻ്റെ ആ ഒരു പേരുദോഷം മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് അത് സാധ്യമാകും. അത് മാത്രമല്ല നാനാ ദേശത്തും ഇവിടെ ആൾക്കാർ എത്തിച്ചേർത്ത്
പിന്നെ ഇവിടെ അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അതെങ്ങനെയാണ്? അന്നദാനം ഇന്നത്തെ ദിവസം എല്ലാ മാസവും ഒന്നാം സംക്രമം പോവും. അപ്പൊ ഇവിടെ ജനങ്ങൾ വരുന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ഇവിടെ വരുന്നത്? ഇവിടെ അന്നദാനത്തിൽ സംബന്ധിക്കാനൊക്കെ വരുന്ന ആളുകൾ ഒരു 11 മണിയാകുമ്പോൾ വരും. വരുന്നുണ്ട്. അതിന് ശേഷം രാവിലെ എത്ര മണി പോയിട്ടാണ്? 6 മണിക്ക് വരും, 7 മണിക്കേ തുടങ്ങുള്ളൂ. പൂജ കാര്യങ്ങളൊക്കെ 7 മണി എത്ര മണിക്ക് നട അടക്കുക? 11 മണിക്ക് നട അടയ്ക്കും. വൈകിട്ട് നട ഉറക്കും? വൈകിട്ട് ചൊവ്വാഴ്ച ശനി ഈ ദിവസം ഉറക്കലുണ്ടോ? ഇന്ന് ഉറക്കും. പിന്നെ പ്രതിഷ്ഠാദിനായിട്ട് നിങ്ങൾ ചെയ്യുന്നില്ല അല്ലേ? പ്രതിഷ്ഠാദിനത്തിൽ പൊളിച്ചതായതുകൊണ്ട് പൊളിച്ചതിന് മുന്നേ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ബാക്കി പ്രശ്നം വെച്ച് ഇതിന്റെ യഥാർത്ഥ രീതികളെ ചെയ്യാനുള്ളതെന്നെല്ലാം നമുക്ക് മാർഗങ്ങൾ പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എനിക്കും പറയാനുള്ളതെന്ന് വെച്ചാൽ അന്നദാനം കൊടുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതീവ പോസിറ്റീവ് എനർജിയുള്ള സ്ഥലമാണ്. നിങ്ങൾ ഈ ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ നിങ്ങളൊന്ന് നമ്പർ, നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഒന്നും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാലേ. 95 67 95 67 67 23 23 26 26 90. 90. ഈ നമ്പർ ജനറൽ സെക്രട്ടറിയുടെ പ്രസിഡന്റിന്റെ പ്രസിഡന്റ് പറയും. 920 920 798 798 90 58. 90 58. ഇതാണ് നമ്പർ. നിങ്ങൾക്ക് ഇവിടെ ക്ഷേത്രത്തിന് 3 നമ്പർ. ക്ഷേത്രത്തിന്റെ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കാം. ഫോൺ നമ്പർ 3 നമ്പറാണുള്ളത്. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ പൂജയിൽ പങ്കുചേരാനൊന്നുണ്ടെങ്കിൽ ഇതുവരെ വിളിച്ചാൽ മതി. ഇനി മറിച്ച് നിങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് നിങ്ങൾക്കൊന്ന് സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിലെ QR കോഡ് ആടിയുണ്ട്. ഞാൻ കുറച്ച് രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ടും നിങ്ങൾക്കത് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഗുരുജി അനാവശ്യമായിട്ട് ഒരു സ്ഥലത്തും പോയിട്ട് ഒന്നും ചെയ്യാൻ നിങ്ങളോട് പറയില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരുടെ സൂപ്പർ പവർ ഉണ്ട് എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയാറുള്ളൂ കേട്ടോ. ബാക്കിയുള്ള വിശേഷ വിവരങ്ങളൊക്കെ നമുക്ക് വയ്യേ നമുക്ക് കണ്ടുകൊണ്ട് സംസാരിക്കാം. ഇനിയിപ്പം അന്നദാനവും കാര്യങ്ങളൊക്കെ ഇനിയും ധാരാളം ജനങ്ങളിവിടെ വന്നു ചേരാനുണ്ട്. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പറഞ്ഞോളൂ.